ഒരുപാട് തെറ്റിപ്പോൾ തിരുത്തി. ആ തെറ്റ് തിരുത്തിയതിൻ്റെ ഈ 2 മാസത്തിൻ്റെ പട്ടിക ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഒരുപാട് തെറ്റുകൾ തിരുത്തി. ഈ പ്രവാസികൾക്ക് പെൻഷൻ നൽകാത്ത ഈ തെറ്റ് എന്നാണ് തിരുത്തുക എന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. ഇതിലിപ്പോൾ റോജി എം ജോൺ അല്പം മുൻപ് ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് തീരുമാനത്തിൽ അപാകത ഉണ്ടെങ്കിൽ തിരുത്തും എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. വക്കീലന്മാർ പലതരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അല്ല, തിരുത്തലുകൾ നല്ലതാണ്. പ്രതിപക്ഷം എന്നുള്ളതിൽ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തി ചിലത് തിരുത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് ആ നിലയിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നത്. ഇപ്പോൾ ഒരു മന്ത്രി ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞത് പരിശോധിക്കട്ടെ. എന്നാൽ ഇത് എന്തൊരു തിരുത്തലാണ്. ഞാൻ നിയമസഭയിൽ പറഞ്ഞ പോലെ തിരുത്തലുകളുടെ ഒരു ഘോഷയാത്രയല്ലേ നടക്കുന്നത്. ഇങ്ങനെയുണ്ട് തിരുത്തൽ. ഓരോ ദിവസവും ഈ 2 തിരുത്തലാണ്. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും കാണേണ്ട സ്ഥിതിയിലേക്ക് എത്തുകയാണ്. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണാമല്ലോ. വന്ദേ മാതരം ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എല്ലാ ഈരടികളും പാടി ഞങ്ങൾ ആ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നീട് നിയമസഭയിൽ അത് തിരുത്തി. നല്ല കാര്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാണാം. മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം ജൂൺ മാസം 10-ന് ട്രോളിംഗ് നിരോധനം ആരംഭിച്ച് ജൂലൈ 31 വരെ എന്ന് പ്രഖ്യാപിച്ചു. ജൂൺ 25 കഴിഞ്ഞ് ഞങ്ങൾ മന്ത്രിയെ കണ്ട് നിവേദനം നൽകി. എല്ലാ കൊല്ലവും കഴിഞ്ഞ 10 കൊല്ലമായി ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ സൗജന്യ റേഷൻ കൃത്യമായി ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാറുണ്ട്. അത് അവരുടെ അവകാശമാണ്. അത് നൽകിയിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിച്ചു. പഞ്ഞമാസ ധനസഹായം നൽകിയിട്ടില്ല എന്നുള്ള വിഷയം ഉന്നയിച്ചു. അത് തിരുത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പല പ്രശ്നങ്ങളും തിരുത്തിയിട്ടില്ല. ഓരോ വിഷയം നിങ്ങളെടുത്തു. ആരോഗ്യമേഖല വിഷയം, ഈ കോഴിക്കോട് DM ഉണ്ടായിരുന്നോ? DMO കോഴിക്കോടില്ല, പല ജില്ലകളിലുമില്ല എന്നുള്ള വിഷയം ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചു. അവസാനം തിരുത്തി. ഇങ്ങനെ തിരുത്തുന്നത് നല്ല തന്നെ. പക്ഷേ തിരുത്താനായി തെറ്റ് ചെയ്യണോ? ഞങ്ങൾ തെറ്റ് ചെയ്യും, പക്ഷേ നാളെ തിരുത്തിക്കോളാം എന്ന് തോന്നുന്ന നിലയിൽ തെറ്റ് ചെയ്യുന്നത് ശരിയാണോ? ഇപ്പോൾ പ്രവാസികൾ കേരളത്തിൽ 40 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. ആ പ്രവാസികൾ വലിയ നിലയിലേക്ക് കേരളത്തിൽ ഇന്ത്യയിലേക്ക് അവർ കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി ജോലി ചെയ്ത് വലിയ നിലയിലേക്ക് വരുമാനം തരുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായുള്ള ഫണ്ടിലെ 15% മലയാളികളുടേതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ 96,000 പേർ പ്രവാസി പെൻഷൻ വാങ്ങുന്നുണ്ട്. ഈ 2 മാസം പെൻഷൻ കൊടുത്തിട്ടില്ല. കൃത്യമായി പ്രവാസി ക്ഷേമ ബോർഡിൽ അംശാദായം അടക്കുന്നു. പ്രവാസി ക്ഷേമ ബോർഡിന് ഫണ്ട് നൽകിക്കൊണ്ട് പെൻഷൻ നൽകാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. നോർക്കയെക്കുറിച്ച് ഒരു പരാമർശം പോലും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. പ്രവാസി വകുപ്പും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഗൗരവമുള്ള വിഷയമല്ലേ? ഞങ്ങളിത് ഉന്നയിക്കുന്നു. ഈ തെറ്റെന്നാ തിരുത്തുക? ഇപ്പോൾ ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായി പെൻഷനില്ല. ഈ തെറ്റെന്നാണ് തിരുത്തുക എന്നുള്ളതിൻ്റെ ഡേറ്റ് കൂടി ഒന്ന് അറിയിച്ചാൽ നല്ലതാണ്. അല്ല, നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ പ്രവാസികളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ 40 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. 40 ലക്ഷത്തോളം വലിയ നമ്പറാണ്. അതിൽ പെൻഷൻ വാങ്ങുന്നവർ ഏറെക്കുറെ ഞാൻ നേരത്തെ പറഞ്ഞു 1 ലക്ഷത്തിലധികം ഉണ്ട്. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് എല്ലാ നിലയിലും കരുത്ത് പകരുന്നവരാണ് പ്രവാസികൾ. അവർക്ക് നൽകേണ്ട ഫണ്ട്, പെൻഷൻ, അത് പിടിച്ചു വെക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാണ് അവരെങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ഇപ്പോൾ നിങ്ങളെയൊക്കെ കുടുംബത്തിൽ വീട്ടിലും പ്രവാസികളുണ്ടാകും. ആ പെൻഷൻ അവർക്ക് എത്രത്തോളം ആശ്വാസമാണ്. ഈ 10 കൊല്ലം പെൻഷൻ മുടങ്ങിയിട്ടില്ലല്ലോ. LDF ഗവൺമെൻറ് ഭരിച്ച 10 കൊല്ലം പെൻഷൻ മുടങ്ങിയില്ല. LDF ഗവൺമെൻറ് ഭരിച്ച 10 കൊല്ലത്തെ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും നോർക്കയെക്കുറിച്ച് ഒരു പരാമർശം നടത്താതെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇവരുടെ സമീപനം എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഒരുപാട് തെറ്റിപ്പോൾ തിരുത്തി. ആ തെറ്റ് തിരുത്തിയതിൻ്റെ ഈ 2 മാസത്തിൻ്റെ പട്ടിക ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഒരുപാട് തെറ്റുകൾ തിരുത്തി. ഈ പ്രവാസികൾക്ക് പെൻഷൻ നൽകാത്ത ഈ തെറ്റ് എന്നാണ് തിരുത്തുക എന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അറിയിച്ചാൽ കൊള്ളാം.